അരീക്കോട്ടുകാരുടെ ഏറെ നാളത്തെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. അരീക്കോട് ഗ്രാമപഞ്ചായത്ത് ബാപ്പു സ്മാരക സ്റ്റേഡിയം പി.കെ. ബഷീർ എം.എൽ.എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിക്കുകയാണ്. അരീക്കോട് ഗ്രാമപഞ്ചായത്ത് ബാപ്പു സ്മാരക സ്റ്റേഡിയം നവീകരണത്തിലേക്ക് ഏറനാട് എം.എൽ.എ. പി.കെ. ബഷീറിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ അനുവദിച്ചാണ് വികസനം സാധ്യമാക്കുന്നത്. 2016 മുതൽ സർക്കാർ യാതൊരു ഫണ്ടും നവീകരണത്തിന് നൽകിയില്ലെന്ന ആക്ഷേപം നിൽക്കുമ്പോഴാണ് എം.എൽ.എ. വികസനം എത്തിക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോളിന് നിരവധി താരങ്ങളെ സമ്മാനിച്ച അരീക്കോട് പന്ത് തട്ടാൻ സ്ഥലമില്ലാതെ ദുരിതമനുഭവിക്കുന്ന കാഴ്ചയാണ് വർഷങ്ങളായി കഴിഞ്ഞു പോകുന്നത്. പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് 2013 UDF സർക്കാർ 11 കോടി അനുവദിച്ചിരുന്നെങ്കിലും 6.5 കോടി ആദ്യഘട്ടം ചിലവഴിച്ചു. രണ്ടാം ഘട്ടം 5.30 കോടി തുടർന്ന് വന്ന സർക്കാർ അനുവദിച്ചു നൽകിയില്ലെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. തുടർന്ന് 2016 മുതൽ യാതൊരു ഫണ്ടും സർക്കാർ പിന്നീട് അനുവദിച്ചു നൽകിയില്ല. ആയിരക്കണക്കിന് കുട്ടികൾ ഫുട്ബോൾ പരിശീലനത്തിന് ആശ്രയിക്കുന്ന നിരവധി പ്രമുഖർ കളിച്ചുകൊണ്ടിരിക്കുന്ന അരീക്കോട്ടെ പ്രധാന സ്റ്റേഡിയം പുനർനിർമ്മിക്കണമെന്ന ആവശ്യമുയർത്തി നാട്ടുകാരും ഗ്രാമപഞ്ചായത്തും ഫുട്ബോൾ പ്രേമികളും എം.എൽ.എയും സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതേവരെ സാധ്യമായിരുന്നില്ല. എന്നാൽ എം.എൽ.എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ ചിലവഴിച്ച് മൈതാനം പുല്ലുവിരിച്ച് നവീകരിക്കാൻ ഒരുങ്ങുന്നത്. എം.എൽ.എയും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്റ്റേഡിയം സന്ദർശിച്ചു. എസ്റ്റിമേറ്റ് ഉടൻ തയ്യാറാക്കി വർക്ക് ആരംഭിക്കും. ഒരുപാട് കാലം ആയി അരീക്കോട് സ്റ്റേഡിയം ഒരു നല്ലൊരു ആധുനിക രീതിയിലുള്ള സ്റ്റേഡിയമായി ഉയർത്തണമെന്ന് നമ്മൾ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു. എം.എൽ.എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നാണ് 50 ലക്ഷം രൂപ ഇപ്പോൾ അനുവദിച്ച് അതിൽ ആദ്യഘട്ടത്തിൽ ഈ ഗ്രൗണ്ട് പുല്ല് വെച്ച് പിടിപ്പിച്ച് നവീകരിച്ച് ഉള്ളൊരു ഫണ്ട് അനുമതി ലഭിച്ചു. അത് ആ ഫണ്ടിനുള്ള പ്രവൃത്തി അടുത്ത് തന്നെ ആരംഭിക്കും. അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ജില്ലാ കളക്ടർ സമീപിച്ചാൽ പിന്നെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഒരു 3 മാസം 4 മാസം കൊണ്ട് ഇതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കും. 2025 മുമ്പായി തന്നെ ഗ്രൗണ്ട് കളിക്ക് യോഗ്യമാക്കുമെന്നാണ് കരുതുന്നത്. ഇലക്ഷൻ നടപടികൾ പൂർത്തിയാകുന്നതോടെ ജോലി ആരംഭിക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷെരീഫ് അറിയിച്ചു. രാഹുൽ ഗാന്ധി എം.പിയുടെ 20 ലക്ഷവും ജെബി മേത്തർ എം.പിയുടെ 5 ലക്ഷവും സ്റ്റേഡിയത്തോട് ചേർന്ന് വയോജന പാർക്കിന് ഗ്രാമപഞ്ചായത്ത് 50 ലക്ഷവും അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ വർക്കും ഉടൻ തന്നെ ആരംഭിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ.ടി. അബ്ദുൽ ഹാജി, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.